നമസ്കാരം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബികോം 5th സെമസ്റ്റർ ഫിനാൻസ് സ്പെഷ്യലൈസേഷന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന പേപ്പറിലെ എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് 2 മാർക്കിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോയിലായിട്ട് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അതുപോലെ എസ്എ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് മുൻ വർഷങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്തതാണ്. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, നിരന്തരം അങ്ങനെ കുറെ ക്ലാസ്സുകൾ ആയതുകൊണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഒന്ന് തൽക്കാലം ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അതിനൊരു 3-4 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അഥവാ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫിനാൻസ്? ഫിനാൻസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്താണ് നോക്കാം. ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ഫിനാൻസ് ഈസ് ടു ബാലൻസ് റിസ്ക് ആൻഡ് റിട്ടേൺ. ഈ 2 വാക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. റിസ്കിനെയും റിട്ടേണെയും ബാലൻസ് ചെയ്യുക അല്ലെ. ഏതൊരു ബിസിനസ് എടുത്ത് നോക്കി നിങ്ങള്, അവിടെ 2 വശമുണ്ട് അല്ലെ. നമ്മളൊരു നാണയത്തിന്റെ 2 വശം പോലെ റിസ്ക് ഒരു ഭാഗത്തുണ്ടാവും, റിട്ടേൺ ഒരു ഭാഗത്തുണ്ടാവും അല്ലെ. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു ഫിനാൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സെക്കൻഡ് പോയിന്റ് നോക്കിയാൽ ഇറ്റ് മീൻസ് ഏർണിംഗ് മോർ പ്രോഫിറ്റ് അല്ലെ. കൂടുതൽ പ്രോഫിറ്റ് നേടുക എങ്ങനെ? ബൈ ടേക്കിംഗ് അക്സെപ്റ്റബിൾ റിസ്ക്. കൂടുതൽ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെ കൂടുതൽ പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ് ഒരു ഫിനാൻസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലെ. റിസ്കും റിട്ടേണും നമ്മൾ അറിയുന്നുണ്ടാവും അല്ലെ. റിസ്ക് കൂടുന്തോറും റിട്ടേണും കൂടും. അപ്പൊ കൂടുതൽ റിസ്ക് ഏറ്റെടുത്ത് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കുക എന്നതാണ് ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഫിനാൻഷ്യൽ ഡിസിഷൻ ഷുഡ് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ബിസിനസ്. അപ്പൊ ഫിനാൻഷ്യൽ ഡിസിഷൻസ് തീർച്ചയായിട്ടും ഒരു ബിസിനസിന്റെ വാല്യൂവിനെ അഫക്ട് ചെയ്യും. നല്ല നല്ല ഡിസിഷൻസ് വാല്യൂ കൂട്ടാൻ സഹായിക്കും കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ഒരു ചോദ്യം, എന്താണ് വെൽത്ത് മാക്സിമൈസേഷൻ? ഒരു കാര്യം ഓർത്തു വെക്കുക, ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയറിന്റെ മൂല്യത്തിലുള്ള മാറ്റത്തെയാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. MRFന്റെ ഷെയർ അത് ഇഷ്യൂ ചെയ്ത സമയത്ത് 100 രൂപയായിരുന്നു അതിന്റെ വില. ഇന്ന് നിങ്ങൾ ഒരു MRFന്റെ ഷെയർ വാങ്ങുകയാണെങ്കിൽ ഏകദേശം 65,000 രൂപ അതിന് റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്താ, വെറും 100 രൂപയുടെ സാധനം 65,000 ആയിട്ട് കൂടിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു 100 ഷെയർ എടുത്ത ഒരാളുടെ റേറ്റ് എത്ര മാറി നോക്കിയേ. അതാണ് വെൽത്ത് മാക്സിമൈസേഷൻ, അഥവാ ഷെയറിൽ വരുന്ന മാറ്റത്തെയാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയാം. നോക്കിയും, വെൽത്ത് മാക്സിമൈസേഷൻ മീൻസ് ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഷെയറിന്റെ മൂല്യം കൂടാ, വാല്യൂ കൂടാ അല്ലെ. 100 രൂപ 65,000 ആയിട്ട് മാറിയില്ലേ? ആ മാറ്റത്തെയാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ ഷെയർ ഹോൾഡേഴ്സ് എന്തിനാ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. വെൽത്ത് മാക്സിമൈസേഷൻ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് കുറെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഫോക്കസ് ഓൺ ലോങ് ടേം ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റ് കേട്ടോ. ഇത് ഒറ്റയടിക്ക് വരുന്ന മാറ്റമൊന്നുമല്ല, കുറെ കാലത്തിന് ശേഷം വരുന്ന ഒരു ഗ്രോത്ത് ആണ് വെൽത്ത് മാക്സിമൈസേഷൻ. പിന്നെ MRFന്റെ കഥ പറഞ്ഞു അല്ലെ, ഏകദേശം ഒരു 30 വർഷം കഴിഞ്ഞിട്ടാണ് ഇത്രത്തോളം വലിയൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് ഈസ് എ മെയിൻ ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നതും ഈ വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. അടുത്തൊരു ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ക്യാപിറ്റലിന്റെ മേലിൽ വരുന്ന കോസ്റ്റ് അല്ലെ. എന്താ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ്സിന് ഇപ്പൊ എവിടുന്ന ക്യാപിറ്റൽ കിട്ടുക? നമുക്കറിയാം, ലോൺ എടുക്കാൻ പറ്റും ബാങ്കിൽ നിന്ന് അല്ലെ. ആ ലോൺ എടുക്കുമ്പോ ബിസിനസ് ബാങ്കിലേക്ക് കൊടുക്കേണ്ട എന്താ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ പേരെന്താണ്? ഇൻട്രസ്റ്റ് അല്ലെ. അതുപോലെ ഷെയർ എടുക്കാൻ പറ്റും അല്ലെ, ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും പബ്ലിക്കിന്. അങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്താൽ അതിന്റെ മേലിൽ കമ്പനി അല്ലെങ്കിൽ ബിസിനസ് ആ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത് എന്താ? ഡിവിഡൻഡ് എന്ന് പറയില്ലേ. അപ്പൊ ഷെയറിന്റെ മുകളിൽ വരുന്ന കോസ്റ്റ് എന്താണ്? ഡിവിഡൻഡ് എന്ന് പറയും. അതുപോലെ കമ്പനിക്ക് എന്ത് ചെയ്യാം? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം പബ്ലിക്കിലേക്ക് അല്ലെ. അങ്ങനെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താൽ ആ ഡിബഞ്ചറിന്റെ മുകളിൽ വരുന്ന കോസ്റ്റ് എന്താ പറയാ? ഇൻട്രസ്റ്റ് എന്ന് പറയൂലേ. അപ്പൊ ഇതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരു കമ്പനി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അതിന്റെ മേൽ കൊടുക്കുന്ന കോസ്റ്റ്, ചെലവിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പൊ ഏതൊക്കെ വരുന്നുണ്ട്? ഒന്ന് ഡിവിഡൻഡ് വരാം, അല്ലെങ്കിൽ ഒന്ന് ഇൻട്രസ്റ്റ് വരാം അല്ലെ. നോക്കാം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദ റിട്ടേൺ എ കമ്പനി മസ്റ്റ് ഏൺ ടു സാറ്റിസ്ഫൈ ഇൻവെസ്റ്റേഴ്സ്. കമ്പനി അതിന്റെ ഇൻവെസ്റ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുന്ന റിട്ടേണയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം അല്ലെ. കമ്പനിയിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സ് അല്ലെ, അവർക്ക് പകരം തിരിച്ചു കൊടുക്കണം. അത് ഇൻട്രസ്റ്റ് എന്നുള്ള പേരിലാണെങ്കിലും ഡിവിഡൻഡ് എന്ന പേരിലാണെങ്കിലും കമ്പനി ആ ഇൻവെസ്റ്റേഴ്സിന് തിരികെ കൊടുക്കുന്നതിന് പറയുന്ന
ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ എനി പ്രൊജക്ട്. ഏത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലും അതിന് പകരം തിരിച്ച് കമ്പനി ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന ആ എമൗണ്ടിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, അതുപോലെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ് എന്താ? ഡെപ്റ്റിന്റെ മുകളിലുള്ള കോസ്റ്റ് എന്താണ്? അതാണ് നമ്മൾ പറഞ്ഞ ഇൻട്രസ്റ്റ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇക്വിറ്റിയുടെ മുകളിലുള്ള കോസ്റ്റ് എന്താണ്? അതാണ് നമ്മൾ പറഞ്ഞ ഡിവിഡന്റ്, അല്ലെ? അപ്പൊ ഇതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, WACC എന്ന് പറയുന്നത്? ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നോക്കാം, ഇറ്റ് ഈസ് എ ആവറേജ് കോസ്റ്റ് ഓഫ് ഓൾ സോഴ്സ് ഓഫ് ഫിനാൻസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കട്ടോ. അതായത് നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ്സിന് കുറെ സോഴ്സുകൾ ഉണ്ട് അല്ലെ, ഫണ്ട് കണ്ടെത്താൻ. ലോൺ എടുക്കാം, അതുപോലെ ഡിബഞ്ചർ എടുക്കാം, ഷെയർ ഇഷ്യൂ ചെയ്യാം, അല്ലെ? അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ കമ്പനി എന്ത് ചെയ്യുന്ന ഇതൊക്കെ മിക്സ് ആക്കും അല്ലെ. ഇപ്പൊ ഒരു 10 ലക്ഷം ആണെങ്കിൽ അതിൽ 2 ലക്ഷം ഷെയർ ഉണ്ടാവും, ഒരു 3 ലക്ഷം ലോൺ ഉണ്ടാവും, ഒരു 5 ലക്ഷം ഡിബഞ്ചർ ഉണ്ടാവും. ഇങ്ങനെ എല്ലാതും മിക്സ് ആക്കും. ഇത് ടോട്ടൽ കൂട്ടുന്നതിനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, WACC എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അതിൽ ഏതൊക്കെ ഉണ്ടാവും? നമ്മുടെ ഷെയറിന്റെ വാല്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ ഡിബഞ്ചർ ഉണ്ടാവും, അതുപോലെ തന്നെ ലോൺ ഉണ്ടാവും. അങ്ങനെ എല്ലാതും കൂടെ കൂട്ടിയതിനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. നോക്കുക, WACC is a average cost of all source of finance like debt and equity. ഡെപ്റ്റ് പോലെ ഇക്വിറ്റി പോലെ എല്ലാ സോഴ്സ് ഓഫ് ഫിനാൻസിന്റെയും കോസ്റ്റ് കൂട്ടിയതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പൊ ഒരു ഉദാഹരണം നമ്മള് പറഞ്ഞു, ഡിവിഡൻഡില് അഥവാ ഷെയർ ഇഷ്യൂ ചെയ്തു, അതിന്റെ മുകളിൽ ഡിവിഡൻഡ് ഒരു 10% വെച്ചോളൂ, അപ്പൊ 10% നമ്മൾ കൂട്ടി. പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, അതിന്റെ മുകളിൽ ഒരു 10% ഉണ്ടെന്ന് വെച്ചോളി, അപ്പൊ 10% നമ്മൾ വീണ്ടും ആഡ് ചെയ്തു. പിന്നെ കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതിന്റെ മുകളിൽ അവര് ഇൻട്രസ്റ്റ് ആയിട്ട് 10% കൊടുക്കുന്നുണ്ടെന്ന് വെച്ചോളൂ, അപ്പൊ അതും 10% കൂട്ടി അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര? 30% ആ കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30%. ഇനി WACC എങ്ങനെ കാണാം? അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ, ആവറേജ് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് 10% ഒന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ സോഴ്സുകളുടെ, ഒന്നുകൂടെ മനസ്സിലാക്കുക, ടോട്ടൽ സോഴ്സുകളുടെ ആവറേജിനെയാണ് WACC എന്ന് പറയുന്നത് അല്ലെ. ടോട്ടൽ കോസ്റ്റ് ഓഫ് സോഴ്സ് കേട്ടോ. എല്ലാ സോഴ്സുകളുടെയും കോസ്റ്റ് നമ്മൾ കൂട്ടിയിട്ട് അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് WACC. ഇറ്റ് ഷോസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ഫണ്ട് ഫോർ ദ കമ്പനി. കമ്പനിക്ക് ആവശ്യമായിട്ട് വരുന്ന എല്ലാ കോസ്റ്റുകളും അല്ലെ, എല്ലാ കോസ്റ്റുകളും കൂട്ടിയതാണ്. അപ്പൊ ഡെപ്റ്റിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ആവട്ടെ, ഷെയറിന്റെ മുകളിൽ ഇക്വിറ്റി ആവട്ടെ, ഡിവിഡൻഡ് ആവട്ടെ, അതുപോലെ ഡിബഞ്ചറിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ആവട്ടെ, എല്ലാതും കൂടെ കൂട്ടിയിട്ട് കിട്ടുന്ന ടോട്ടലിനെയാണ് WACC എന്ന് പറയുന്നത്. It helps to deciding whether a project is profitable. അപ്പൊ WACC കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ ഏത് പ്രൊജക്റ്റ് ആണ് നല്ലത് എന്ന് നമുക്ക് അറിയാൻ പറ്റൂ കേട്ടോ. അടുത്തത് എന്താണ് റിസ്ക് ഫ്രീ റേറ്റ്? നോക്കാം. It is the return from an investment that is have no risk. ഒരു റിസ്കും ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിട്ടേണയാണ് റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യൂഷ്വലി അപ്പൊ ഏതാണ് റിസ്ക് ഫ്രീ അഥവാ ഒരു റിസ്കും ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ്? അങ്ങനെ ഒന്നുണ്ടോ? അത് മെയിൻ ആയിട്ട് നമ്മൾ പറയാറുള്ളത് ഗവൺമെന്റ് ബോണ്ടുകളാട്ടോ. നമുക്കറിയാലോ, ഇഷ്യൂ ചെയ്യുന്നതായതുകൊണ്ട് അതിൽ ഒരു റിസ്കും ഇല്ല, എന്തായാലും നമ്മുടെ പൈസ എവിടെ നഷ്ടപ്പെടൂല, തിരിച്ചു കിട്ടുന്ന ഒരു ഉറപ്പുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള റിസ്ക് ഫ്രീ ആയിട്ടുള്ള അഥവാ റിസ്ക് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേണയാണ് റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഗവൺമെന്റ് ബോണ്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ സപ്പോസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇക്വിറ്റി ഷെയറിലാണെങ്കിൽ അത് ഹെവി റിസ്ക് ആണ് അല്ലെ. ചിലപ്പോൾ നമുക്ക് പൈസ കിട്ടും, കിട്ടാതിരിക്കും, ചിലപ്പോൾ നമ്മുടെ കമ്പനി പൊളിഞ്ഞു പോയാൽ പൈസ പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു റിസ്കും ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേണയാണ് റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, ഹൗ ഡസ് ടാക്സേഷൻ എഫക്ട് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്? എങ്ങനെയാണ് ടാക്സേഷന് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനെ എഫക്ട് ചെയ്യുന്നത്? ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഡെപ്റ്റിന്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, എന്ത് ഡെപ്റ്റ് പറഞ്ഞാല് ഒന്നെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക അല്ലെ, അല്ലെങ്കിൽ നമ്മള് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക അല്ലെ, അതും ഡെപ്റ്റ് ആണ്. അപ്പൊ ലോണ്, ഡിബഞ്ചർ, ഇത് രണ്ടാണ് ഡെപ്റ്റ്. ഡെപ്റ്റ് ആണ് കടം വാങ്ങിയാന്ന് അർത്ഥം കേട്ടോ. ബോറോഡ് ഫണ്ട് എന്നാ പറയാ, കടം വാങ്ങണ പൈസ. അപ്പൊ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതോ അല്ലെങ്കിൽ ലോൺ എടുക്കുന്നതോ. ഈ ഡെപ്റ്റിന്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അല്ലെ, ആ ഇൻട്രസ്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം ആണ്, അഥവാ അതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, കൂടുതൽ ഡെപ്റ്റ് നമ്മൾ ആഡ് ചെയ്താൽ അതൊക്കെ ടാക്സ് കുറക്കുന്ന ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ടാക്സിന് എമൗണ്ട് നന്നായിട്ട് കുറക്കാൻ പറ്റൂലേ. അപ്പൊ കൂടുതൽ ഡെപ്റ്റ് ആഡ് ചെയ്താൽ അത് കമ്പനിക്ക് ബെനിഫിറ്റ് ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ സോ ടാക്സ് റെഡ്യൂസസ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഫോർ ദ കമ്പനി. അപ്പൊ ടാക്സ് എന്ത് ചെയ്യും, കമ്പനിയുടെ ആ ടോട്ടൽ കോസ്റ്റിനെ കുറക്കും. കാരണം എന്താ, ആ ടാക്സ്
നമുക്ക് കിട്ടുന്ന ആ എമൗണ്ടിന്റെ മേലെ എന്ത് ചെയ്യണ്ട, ടാക്സ് കൊടുക്കണ്ട അല്ലെ. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന എമൗണ്ടിന്റെ മുകളിലൊന്നും ടാക്സ് കൊടുക്കണ്ട. അപ്പൊ വലിയൊരു എമൗണ്ട് നമുക്ക് ടാക്സിൽ കുറവ് കിട്ടും. അതാണ് ഡെപ്റ്റിന്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന ടാക്സേഷൻ റിലാക്സേഷൻ എന്ന് പറയുന്നത്, ടാക്സ് റിലാക്സേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻറ്റു 1 - T അഥവാ 1 - ടാക്സ് റേറ്റ് എന്നാണ് അതിന്റെ ഇക്വേഷൻ. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ചോദ്യം, എന്താണ് ക്യാപിറ്റൽ ബജറ്റിംഗ്? ശ്രദ്ധിക്കുക കേട്ടോ. ക്യാപിറ്റൽ ബജറ്റിംഗ് നോക്കാം. പ്ലാനിങ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, കുറെ കാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിനെയാണ് ക്യാപിറ്റൽ ബജറ്റ് എന്ന് പറയുന്നത്. എന്ത് കുറെ കാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ നമ്മൾ ഒരു ബിൽഡിംഗ് വാങ്ങിക്കാണ്, ഒരു ഫർണിച്ചർ വാങ്ങിക്കാണ്, ഒരു വെഹിക്കിൾ വാങ്ങിക്കാണ് അല്ലെ. ഇതൊക്കെ ഒരുപാട് വർഷത്തേക്കാണ്. മെഷീനറീസ് വാങ്ങിക്കാണ്. അങ്ങനെ ഒരുപാട് വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചെയ്യുന്ന പ്ലാൻ ആണ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്നുള്ളതിന്റെ അർത്ഥം തന്നെയാണ് അല്ലെ, ലോങ് ടേം ആണ് അല്ലെ, കുറെ കാലത്തേക്കാണ്. അങ്ങനെ കുറെ കാലത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പ്ലാനുകളെയാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ തീരുമാനിക്കാണ് ഒരു 10 കോടി ചെലവഴിച്ചിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം അല്ലെ. ആ തീരുമാനത്തെ നമുക്ക് എന്താ പറയാം, ക്യാപിറ്റൽ ബജറ്റ് എന്ന് പറയാം. കാരണം അതെന്താ, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു ചൂസ് പ്രൊജക്ട് ദാറ്റ് ഗിവ് ഗുഡ് റിട്ടേൺ. ഈ ഒരു തീരുമാനങ്ങളാണ് ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിലേക്ക് നല്ലൊരു റിട്ടേൺ കൊണ്ടുവരാൻ കാരണമാകുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ അല്ലെ. നമ്മൾ ഒരു ക്യാപിറ്റൽ ബജറ്റിംഗ് തീരുമാനത്തില് നമുക്കറിയാലോ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ ആ ബിൽഡിങ്ങിന്റെ ബെനിഫിറ്റ് കുറെ കാലത്തിന് ശേഷം നമുക്ക് കിട്ടുക അല്ലെ, കുറെ കാലം നമുക്ക് അതിന്റെ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഫ്യൂച്ചറിലേക്കുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും, ക്യാഷ് ഇങ്ങോട്ട് വരുന്നത് ഇൻഫ്ലോ, ക്യാഷ് ഇവിടുന്ന് പോകുന്നത് ഔട്ട്ഫ്ലോ, അങ്ങനെ ഫ്യൂച്ചറിൽ വരുന്ന ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തൊരു ടേം, ഡിഫൈൻ ദ ടേം ക്യാപിറ്റൽ ബജറ്റിംഗ്. ക്യാപിറ്റൽ ബജറ്റ് നേരത്തെ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആട്ടോ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്താണ് ക്യാപിറ്റൽ ബജറ്റ് എന്നാണ്. ഇതിൽ 1-2 പോയിന്റുകൾ എക്സ്ട്രാ പറയുന്നുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. അടുത്തത്, ഹൗ ഡു യു കാൽക്കുലേറ്റ് ദ ഇനീഷ്യൽ ഔട്ട്ലേ ഓഫ് എ പ്രൊജക്ട്? ഇനീഷ്യൽ ഔട്ട്ലേ എന്ന് പറഞ്ഞാലേ, നമ്മളൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കൊടുക്കേണ്ട പൈസ, ഫസ്റ്റ് കൊടുക്കേണ്ട പൈസ അല്ലെ, ഔട്ട്ഫ്ലോ എന്ന് പറയാറുണ്ട്, ഔട്ട്ലേ എന്ന് പറയാറുണ്ട്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ അതിന് പറയാറുണ്ട് കേട്ടോ. അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ഇനീഷ്യൽ ഔട്ട്ലേ മീൻസ് ദ ടോട്ടൽ കോസ്റ്റ് റിക്വയർഡ് ടു സ്റ്റാർട്ട് എ പ്രൊജക്ട്. ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചെലവ്. ഒരു ഉദാഹരണം, നമ്മളൊരു ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു മെഷീനറി വാങ്ങാണ്, ആ മെഷീനറിക്ക് 10 ലക്ഷം രൂപ ചെലവുണ്ട്. ആ 10 ലക്ഷത്തെയാണ് എന്ത് പറയുന്നത്, ഇനീഷ്യൽ ഔട്ട്ലേ, തുടക്കത്തിലുള്ള പൈസ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്, ഇൻസ്റ്റാളേഷൻ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു മെഷീന് നമ്മൾ 10 ലക്ഷം രൂപ ഉണ്ട്, അത് ഫിറ്റ് ചെയ്യാൻ 1 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട് എന്ന് വെച്ചോളൂ. അതിന്റെ വർക്കിങ്ങിന് ഒരു 50,000 രൂപ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ഇനീഷ്യൽ ഔട്ട്ലേ എത്രയാണ്? മെഷീന്റെ ചെലവ് 10 ലക്ഷം, ഇൻസ്റ്റാളേഷൻ സെറ്റ് ചെയ്യാനുള്ള ചെലവ് 1 ലക്ഷം, ഇപ്പൊ 11 ആയി. പിന്നെ അതിന്റെ മേലെ വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ഒരു 50,000, അപ്പൊ 11,50,000 ഒന്ന് കിട്ടും അല്ലെ, അല്ല സോറി 11,50,000 ഒന്ന് കിട്ടും അല്ലെ. ഇതാണ് ഇനീഷ്യൽ ഔട്ട്ലേ. അഥവാ ഒരു പ്രൊജക്റ്റിന് നമ്മൾ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിനെയാണ് ഇനീഷ്യൽ ഔട്ട്ലേ എന്ന് പറയുന്നത് അല്ലെ. നോക്കിയേ, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻ പ്രൊജക്ട്. നമ്മുടെ പ്രൊജക്റ്റിന് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫണ്ട് ഔട്ട്ഫ്ലോ ആണ് ഇനീഷ്യൽ ഔട്ട്ലേ എന്ന് പറയുന്നത്. അടുത്തത്, ഹൗ ഡു യു കാൽക്കുലേറ്റ് ദ ക്യാഷ് ഇൻഫ്ലോ ഓഫ് എ പ്രൊജക്ട് ഇഫ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സസ് ആർ ഗിവൺ? നമുക്ക് ഒരു ചോദ്യമാണ് കേട്ടോ, എങ്ങനെയാണ് ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുക? തന്ന വാല്യൂസ് ഏതൊക്കെയാണ്? നമുക്ക് തന്നത് ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്, ടാക്സും തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷനും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുക? ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അഥവാ ടാക്സിന് ശേഷമുള്ള ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം, അതായത് തിരിച്ചു കൂട്ടണം. കാരണം എന്താ, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്, നോൺ ക്യാഷ് ഐറ്റം ആണ്, അഥവാ പൈസ എടുക്കും പോകുന്നില്ല. ഡിപ്രീസിയേഷന്റെ കേസിൽ ക്യാഷ് എടുക്കും പോകുന്നില്ല, അപ്പൊ അതിനെ നോൺ ക്യാഷ് എക്സ്പെൻസ്. നോക്കിയേ, ആ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കാണിക്കണം, അഥവാ തിരിച്ചു കൂട്ടണം. അങ്ങനെയാണ് ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ സെർട്ടനിറ്റി ഈക്വലൻസ് മെത്തേഡ് ഓഫ് പ്രൊജക്റ്റീവ് വാല്യൂ? സെർട്ടനിറ്റി ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ദിസ് മെത്തേഡ് അഡ്ജസ്റ്റ് റിസ്കി, നല്ല റിസ്ക് ഉള്ള ഒരു ക്യാഷ് ഫ്ലോ അല്ലെ ഒരു നോർമൽ ലെവലിലേക്ക് മാറ്റുന്നതിനെയാണ്
അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് സെർട്ടനിറ്റി ഇക്വലൻസ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇറ്റ് കൺവേർട്ട് അൺസെർട്ടൻ റിട്ടേൺ, നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു റിട്ടേൺ, അൺസെർട്ടൻ റിട്ടേൺ എന്ന് പറഞ്ഞതാണ് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു റിട്ടേൺ എവിടേക്ക് മാറ്റാണ്, ഇൻടു ഈക്വലന്റ് ഷുവർ റിട്ടേൺ, ഒരു ഉറപ്പായിട്ടും കിട്ടുമെന്ന ഒരു റിട്ടേണിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. മനസ്സിലാക്കില്ല, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളത് അല്ലെ. അങ്ങനത്തെ ഒരു കാര്യത്തെ, അങ്ങനത്തെ ഒരു പ്രൊജക്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റിനെ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും എന്നുള്ള ആ ഒരു റിട്ടേണിലേക്ക് മാറ്റാം അല്ലെ. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് ഉറപ്പല്ലേ, അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ എത്ര റിട്ടേൺ കിട്ടുന്നൊന്നും നമുക്ക് ഉറപ്പില്ല, കറക്റ്റ് പറയാൻ കഴിയണില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നേരെ ഉറപ്പായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക്, ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുന്നതിനെയാണ് സെർട്ടനിറ്റി ഇക്വലൻസ് എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം, എന്താണ് RADR? അതിന്റെ ഫുൾ ഫോം ഒക്കെ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്. റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇസ് എ ഡിസ്കൗണ്ട് റേറ്റ് അഡ്ജസ്റ്റഡ് ഫോർ പ്രൊജക്ട് റിസ്ക്. ഒരു പ്രൊജക്ട് റിസ്കിന്റെ അല്ലെ, പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് റിസ്ക് അതിൽ വരുന്നുണ്ട്. ആ റിസ്കിന്റെ ശ്രദ്ധിക്കുക, ഡിസ്കൗണ്ട് റേറ്റിനെ ആ പ്രൊജക്ട് റിസ്കുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്, അങ്ങനെ ഡിസ്കൗണ്ട് റേറ്റിനെ ആ പ്രൊജക്ടിന്റെ മേൽ വരുന്ന റിസ്കുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക് വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ പ്രൊജക്റ്റിൽ നിന്ന് ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അല്ലെ, ചെറിയ ഒരു കുറവ് കിട്ടുന്നുണ്ട്. അപ്പൊ ആ റിസ്കിനെയും ഈ ഡിസ്കൗണ്ടിനെയും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യുന്നതിനെയാണ് RADR എന്ന് പറയുന്നത്. നമുക്കറിയാം ഹയർ റിസ്ക് പ്രൊജക്ട്, നല്ല റിസ്ക് ഉള്ള പ്രൊജക്ട് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഹയർ റിസ്ക് ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടാവും. ഓക്കെ, അടുത്തത് എന്താണ് PI അഥവാ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്? നോക്കാം, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ്. അതിന്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണേണ്ട ഇക്വേഷൻ ആണ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അല്ലെ. ക്യാഷ് ഇൻഫ്ലോ പറഞ്ഞാൽ നമുക്ക് ക്യാഷ് വന്നത് അല്ലെ, അത് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ട്ലേ എന്നൊക്കെ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഇന്നത്തെ വാല്യൂ, ക്യാഷ് ഇൻഫ്ലോസിന്റെ ഇന്നത്തെ വാല്യൂ, അതാണ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. then അടുത്തത് ഇറ്റ് ഷോസ് ദ വാല്യൂ ക്രിയേറ്റഡ് പെർ റുപ്പി ഇൻവെസ്റ്റഡ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ രൂപക്കും എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട് അല്ലെ, എത്ര റിട്ടേൺ കിട്ടുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി അതിൽ ഒന്നുകൂടെ പറയാണ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1, നമുക്ക് കിട്ടുന്ന ആൻസർ ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം ആ പ്രൊജക്ട് പ്രോഫിറ്റബിൾ ആണ്, ലാഭകരമാണ്. നമുക്ക് കിട്ടുന്ന ആൻസർ ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് ആ പ്രൊജക്ട് നഷ്ടത്തിലാണെന്നുള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ വാല്യൂ അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്തൊരു ചോദ്യം, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി? ആദ്യം എന്താണ് പേ ബാക്ക് പീരിയഡ് മെത്തേഡ് എന്നൊന്ന് മനസ്സിലാക്കുക കേട്ടോ. പേ ബാക്ക് എന്ന് പറഞ്ഞാലേ, നമ്മൾ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര കൊല്ലം കൊണ്ട് നമുക്ക് അതിന്റെ റിട്ടേൺ കിട്ടും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് പേ ബാക്ക് എന്ന് പറയാം. മനസ്സിലായിട്ടില്ല? ഒന്ന് നോക്കിയേ. സപ്പോസ് ഞാനൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, 5000 രൂപയാണ് അതിന്റെ ചെലവെന്ന് വെച്ചോളി. 5000 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. എല്ലാ കൊല്ലം എനിക്ക് 1000 വെച്ച് കിട്ടുന്നുണ്ട്. സപ്പോസ് 1000 വെച്ച് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് കൊല്ലം എനിക്ക് എത്ര കിട്ടി? 1000 കിട്ടിയില്ലേ. രണ്ടാമത്തെ വർഷം 1000 കിട്ടി അല്ലെ, അപ്പൊ 2000 ആയിട്ടോ. മൂന്നാമത്തെ വർഷം 1000 കിട്ടി. ടോട്ടൽ 7 വർഷം 1000 കിട്ടുന്നുണ്ടെന്ന് വെച്ചോളൂ. 7 വർഷം 1000 കിട്ടുന്നുണ്ടെന്ന് വെച്ചോളൂ. മൂന്നാമത്തെ വർഷം 1000 കിട്ടി അല്ലെ. നാലാമത്തെ വർഷം നോക്കിയേ, അവിടെ 1000 കിട്ടി. അഞ്ചാമത്തെ വർഷം 1000 കിട്ടി. ടോട്ടൽ എത്ര ആയി? 5000 ആയില്ലേ. അപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എനിക്ക് കിട്ടിയല്ലോ അല്ലെ. ഇൻവെസ്റ്റ് ചെയ്ത പൈസ എനിക്ക് ഓൾറെഡി കിട്ടി കഴിഞ്ഞില്ലേ. ഇനി വീണ്ടും കിട്ടുകയാണ്, നോക്കി വീണ്ടും കിട്ടുകയാണ് 1000 രൂപ. ആറാമത്തെ വർഷം 1000 കിട്ടി, ഏഴാമത്തെ വർഷം 1000 കിട്ടി. സത്യത്തിൽ അത് പ്രോഫിറ്റ് അല്ലേ അല്ലെ. ആറാമത്തെ വർഷം ഏഴാമത്തെ വർഷം കിട്ടിയത് പ്രോഫിറ്റ് അല്ലേ, കാരണം ഓൾറെഡി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന്റെ പുറമെ കിട്ടുന്നതാണ് ബാക്കി രണ്ടെണ്ണം. ഈ പുറമെ കിട്ടുന്നതിനാണ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയാം. നോക്കിയേ, ഇറ്റ് ചെക്ക് ഹൗ മച്ച് പ്രോഫിറ്റ് എ പ്രൊജക്ട് ഗീവ് ആഫ്റ്റർ പേ ബാക്ക് പീരീഡ്. ഇവിടെ എത്ര പേ ബാക്ക് പീരീഡ് പറഞ്ഞാൽ 1, 2, 3, 4, 5 വർഷം അല്ലെ. കാരണം 5 വർഷം കൊണ്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഓൾറെഡി കിട്ടി, 5000 കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ എത്ര കിട്ടുന്നുണ്ട്? മനസ്സിലായോ? അതിന് പുറമെ ഇവിടെ എത്ര കിട്ടുന്നുണ്ട്? 2 വർഷം കൂടെ കിട്ടുന്നുണ്ട് അല്ലെ. 2 വർഷം 1000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് പുറമെ, അഥവാ നമ്മുടെ പേ ബാക്ക് പീരീഡിന് പുറമെ എക്സ്ട്രാ നമുക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കുന്നതിനെയാണ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്
വാട്ട് ഈസ് ക്യാപിറ്റൽ റേഷനിങ്? അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് ക്യാപിറ്റൽ റേഷനിങ്. നോക്കാം. ഇറ്റ് മീൻസ് ചൂസിങ് പ്രൊജക്ട് വെൻ ഫണ്ട് ആർ ലിമിറ്റഡ്. നമ്മുടെ കയ്യിൽ ഫണ്ട് കുറവാണ്, ആ കുറവുള്ള ഫണ്ടിനനുസരിച്ച് നമ്മൾ ഒരു പ്രൊജക്ട് സെലക്ട് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയാം. അല്ലെ, കുറെ ഫണ്ട് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മുടെ താഴെ കുറഞ്ഞ ഫണ്ടേ ഉള്ളൂ. ആ കുറഞ്ഞ ഫണ്ട് കൊണ്ട് ഏത് പ്രൊജക്ട് വേണം, ഏതാണ് കൂടുതൽ പ്രോഫിറ്റബിൾ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിനെയാണ് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്നത്. നോക്കിയേ, ദ കമ്പനി കനോട്ട് ടേക്ക് ഓൾ പ്രോഫിറ്റബിൾ പ്രൊജക്ട് ഡ്യൂ ടു ഫണ്ട് ഷോർട്ടേജ്. കമ്പനിന്റെ അടുത്ത് എന്തില്ല, ഫണ്ട് ഇല്ല, അതുകൊണ്ട് എല്ലാ പ്രൊജക്റ്റും സെലക്ട് ചെയ്യാന്നുള്ളത് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ച് കുറെ പഠിച്ചതിന് ശേഷം ഏറ്റവും ബെസ്റ്റ് വൺ ആർ സെലക്ടഡ്. അല്ലെ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് ഏതാണോ അത് നമ്മൾ അങ്ങോട്ട് സെലക്ട് ചെയ്യും. അതാണ് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്നത്. ഫണ്ട് ഇല്ലെങ്കിൽ ഉള്ള ഫണ്ട് ആയിട്ട് നമുക്കൊരു പ്രൊജക്ട് ചെയ്യണം അല്ലെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ പ്രൊജക്റ്റും കൃത്യമായിട്ട് പഠിച്ച് അതിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ഏതാ എന്ന് തോന്നുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യൂ അല്ലെ. അതിനാണ് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്നത്. അടുത്തത് ലീവറേജ് ആൻഡ് ബ്രേക്ക് ഇവൻ. ഈ ബ്രേക്ക് ഇവൻ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും അല്ലെ. വാട്ട് യു മീൻ ബൈ ഓപ്പറേറ്റിംഗ് ലീവറേജ്? ആദ്യത്തെ ചോദ്യം എന്താണ് ഓപ്പറേറ്റിംഗ് ലീവറേജ്? നോക്കാം. ഓപ്പറേറ്റിംഗ് ലീവറേജ് ഷോസ് ഹൗ ഫിക്സ്ഡ് കോസ്റ്റ് അഫക്ട് പ്രോഫിറ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് എങ്ങനെയൊക്കെ പ്രോഫിറ്റിനെ അഫക്ട് ചെയ്യും. എന്ത് ഈ ഫിക്സ്ഡ് കോസ്റ്റ് പറഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ കൊല്ലം നമ്മൾ കൊടുക്കേണ്ട ചെലവുകൾ. അത് ഏതൊക്കെ അറിയോ? നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, അതിന്റെ മേലെ നിങ്ങൾ എന്ത് കൊടുക്കും, ഇൻട്രസ്റ്റ് കൊടുക്കൂല്ലേ? അത് എല്ലാ വർഷം കറക്റ്റ് ആയിട്ട് കൊടുക്കണ്ടേ അല്ലെ? അതിലൊരു മാറ്റം പ്രോഫിറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, ഈ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ നിങ്ങൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, ആ ഡിബഞ്ചറിന്റെ മുകളിൽ എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലെ, അപ്പൊ അത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അതുപോലെ നിങ്ങൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യണം, പ്രിഫറൻസ് ഷെയർ, അതിന്റെ മുകളിൽ കൃത്യമായിട്ട് ഡിവിഡൻഡ് കൊടുക്കണം അല്ലെ. ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ വേണ്ട, പക്ഷെ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കണം. ഇങ്ങനെ കൃത്യമായിട്ട് ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കേണ്ടതിനെയാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയാം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് യു മീൻ ബൈ ഓപ്പറേറ്റിംഗ് ലീവറേജ് എന്നാണ്. അപ്പൊ അതിന്റെ ആൻസർ ഇതാണ്. ഓപ്പറേറ്റിംഗ് ലീവറേജ് ഷോസ് ഹൗ ഫിക്സ്ഡ് കോസ്റ്റ് അഫക്ട് പ്രോഫിറ്റ്. ഈ പറഞ്ഞ ഫിക്സ്ഡ് കോസ്റ്റ് എങ്ങനെയൊക്കെ പ്രോഫിറ്റിനെ ബാധിക്കും, ഫിക്സ്ഡ് കോസ്റ്റുകൾ എങ്ങനെയൊക്കെ പ്രോഫിറ്റിനെ ബാധിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഓപ്പറേറ്റിംഗ് ലീവറേജ് എന്ന് പറയുന്നത്. നോക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഇപ്പൊ ഇൻട്രസ്റ്റ് കൊടുക്കുക, ഡിവിഡൻഡ് കൊടുക്കുക അല്ലെ, ഇതൊക്കെ കൂടുന്നതിനനുസരിച്ച് എന്നും കൂടെ കൂടും, ബിസിനസിന്റെ റിസ്ക്കും കൂടും അല്ലെ. കാരണം ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കേണ്ടതാ, എല്ലാ കൊല്ലം കറക്റ്റ് കൊടുക്കേണ്ടതാ, അതിലൊരു മാറ്റം വരുത്താൻ കഴിയൂല. ഇപ്പൊ ഫിക്സ്ഡ് കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ബിസിനസിന്റെ റിസ്ക്കും കൂടെ കൂടും എന്ന് മനസ്സിലാക്കുക. അടുത്തൊരു ചോദ്യം, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും നമ്മളെ ഡിഫറൻസ് പറയാനാണ്. നോക്കിയേ, ഓപ്പറേറ്റിംഗ് ലിവറേജ് കംസ് ഫ്രം, നമ്മൾ പറഞ്ഞു ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അതിൽ നിന്നാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നുള്ള ടേം ഉണ്ടാവുന്നത് അല്ലെ, അത് നമ്മൾ പറഞ്ഞു. ഇതാണ് ഫിനാൻഷ്യൽ ലിവറേജ് കംസ് ഫ്രം ഫിക്സഡ് ഫിനാൻഷ്യൽ കോസ്റ്റ് കേട്ടോ, തമ്മിൽ മാറ്റമുണ്ട്. ഒന്ന് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പോലെ ഫിക്സഡ് ഫിനാൻഷ്യൽ കോസ്റ്റിൽ നിന്നാണ് ലിവറേജ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബോത്ത് ഇൻക്രീസ് പ്രോഫിറ്റ്, രണ്ടും, അതായത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആവട്ടെ ഫിനാൻഷ്യൽ ലിവറേജ് ആവട്ടെ, രണ്ടും നമ്മൾ സഹായിക്കുന്നത് എന്തിനാ, പ്രോഫിറ്റിനെ കൂട്ടാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം ടൈം എന്തും കൂടെ കൂടും, റിസ്ക്കും കൂടും. അത് രണ്ടും കേട്ടോ, ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണെങ്കിലും ഫിനാൻഷ്യൽ ലിവറേജ് ആണെങ്കിലും പ്രോഫിറ്റ് കൂടും, സെയിം ടൈം റിസ്ക്കും കൂടും. അടുത്ത ചോദ്യം, വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇൻ പോയിന്റ്. ബ്രേക്ക് ഇൻ പോയിന്റ് ആണ് മനസ്സിലാക്കുക, അവിടെ നോ പ്രോഫിറ്റ് നോ ലോസ് എന്നാണ്. എത്രയാണോ നമ്മുടെ ചെലവ് അത്രത്തോളം വരവുണ്ടാവും, ഒരുമിച്ച് വരുന്ന ആ പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് എബിറ്റ്. എബിറ്റ് മീൻസ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. EPS is 0. ഏർണിംഗ് പെർ ഷെയർ 0 ആകുന്ന ആ പോയിന്റ്, അഥവാ നോ പ്രോഫിറ്റ് നോ ലോസ്, ഒരു പ്രോഫിറ്റും ഇല്ല ഒരു ലോസും ഇല്ല, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അറ്റ് ദിസ് പോയിന്റ് ഓൾ ഫിനാൻഷ്യൽ കോസ്റ്റ്, ഈ ഒരു പോയിന്റിലാണ് ബിസിനസ് അതിന്റെ എല്ലാ ഫിനാൻഷ്യൽ കോസ്റ്റുകളും അല്ലെ, ചെലവുകളും റിക്കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ കവർ ചെയ്യുന്നത്. ആ ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്തുന്നവരെ ബിസിനസ് നഷ്ടത്തിലേക്കാണ്. ആ പോയിന്റിൽ എത്തിയാൽ എന്താവും, നഷ്ടമല്ല ലാഭമല്ല, ആ ഒരു ലെവലിൽ എത്തും. പിന്നെ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ മുകൾക്ക് കയറിയാൽ ബിസിനസ് എവിടെ എത്തി, പ്രോഫിറ്റിലേക്ക് മാറി എന്നർത്ഥം. അപ്പോ ആ ഒരു പോയിന്റിലാണ് എല്ലാ ചെലവുകളെയും കൃത്യമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം, ഇഫ് ദ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഓഫ് എ കമ്പനി ഈസ് 1, ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് 1 ആണെങ്കിൽ it indicate there is no fixed cost, no fixed cost എന്നുള്ള ആൻസർ ആണ് ഉണ്ടാവുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓപ്പറേറ്റിംഗ് ലീവറേജ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. ഫിക്സ്ഡ് കോസ്റ്റ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു.
ഓക്കെ, ആ ഫിക്സഡ് ഒന്ന് ആൻസർ, ഇപ്പൊ നമ്മൾ ഓപ്പറേറ്റിംഗ് ലീവറേജ് കാൽക്കുലേറ്റ് ചെയ്തു, ഒന്ന് എന്ന ആൻസർ കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ, അവിടെ ഒരു ഫിക്സഡ് കോസ്റ്റും ഇല്ല എന്നാണ്. അതായത് അവിടെ ഉള്ളതൊക്കെ എന്താണ്, വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോ ഒന്ന് എന്നാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ ഇതിന്റെ അർത്ഥം തന്നെയാണ്, അവിടെ ആ കമ്പനി എന്ത് യൂസ് ചെയ്യുന്നില്ല, ഫിക്സഡ് കോസ്റ്റ് യൂസ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്നർത്ഥം. ഇനി അടുത്തൊരു ചോദ്യം, വാട്ട് യു മീൻ ബൈ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി? ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടേം ആണ് കേട്ടോ. എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി? ആ വാക്കിലുണ്ട് അല്ലെ, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നോക്കിയേ, യൂസിങ് ഡെപ്റ്റ് ടു ഇൻക്രീസ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. അഥവാ ഡെപ്റ്റിന്റെ അളവ് കൂട്ടുക, ഡെപ്റ്റിന്റെ അളവ് ഇങ്ങനെ മാക്സിമം കൂട്ടുക. എന്തിന്? നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പൊ നമ്മളെ കമ്പനിക്ക് ഒരു 10 ലക്ഷം രൂപ ആവശ്യമാണ്, സപ്പോസ് 10 ലക്ഷം രൂപ ആവശ്യമാണ്. കമ്പനിക്ക് എന്ത് ചെയ്യാം, ഷെയർ ഇഷ്യൂ ചെയ്യാം അല്ലെ, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം. അങ്ങനെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്താൽ എന്താ പ്രശ്നം, കമ്പനിയുടെ ഓണേഴ്സിന്റെ എണ്ണം കൂടൂലേ, കുറെ ഓണേഴ്സ് ആവൂലേ, അപ്പൊ എന്താ പ്രശ്നം, കിട്ടുന്ന പൈസ എല്ലാവർക്കും വീതിച്ചു കൊടുക്കാനേ തികയുള്ളൂ അല്ലെ, ആർക്കും വലിയ കിട്ടില്ല. അപ്പൊ ഈ 10 ലക്ഷം രൂപ ഇവർ എന്ത് ചെയ്തു, ലോൺ എടുത്തു അല്ലെ, ഡെപ്റ്റ് ആയിട്ട് അവർ കൈപ്പറ്റി. അപ്പൊ എന്ത് ചെയ്താൽ മതി, ആ ഡെപ്റ്റിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം, അതും ഒക്കെയാണ്, ചെറിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കാണ്ടാവും. ബാക്കി പ്രോഫിറ്റ് ഒക്കെ ആർക്ക് എടുക്കാം, നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എടുക്കാം. അപ്പൊ എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ, യൂസിങ് ഡെപ്റ്റ്, ഡെപ്റ്റിനെ കൂടുതൽ യൂസ് ചെയ്യുക, ഡെപ്റ്റിന്റെ അളവ് കൂട്ടുക. എന്തിന്? ടു ഇൻക്രീസ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻകം കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, അവർക്കുള്ള റിട്ടേൺ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെപ്റ്റിന്റെ എണ്ണം കൂട്ടുക. ഡെപ്റ്റിന്റെ എണ്ണം കൂട്ടുന്തോറും നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് മെച്ചാണ് കേട്ടോ. കാരണം എന്താ, അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വേറെ ആർക്കും വീതിച്ചു കൊടുക്കണ്ട. ഈ ഡെപ്റ്റിന് മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അത് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവർക്ക് പോക്കറ്റിൽ ഇടാൻ പറ്റും അല്ലെ. അപ്പൊ ഡെപ്റ്റിന്റെ എണ്ണം കൂട്ടുക, സിമ്പിൾ ആയിട്ട് അങ്ങനെ മനസ്സിലാക്കാം. ഡെപ്റ്റിന്റെ എണ്ണം കൂട്ടുക, എന്തിനു വേണ്ടിയിട്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനെയാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് നോക്കിയേ, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ശ്രദ്ധിക്കുക കേട്ടോ, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ കറന്റ് അസറ്റ് ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ ടോട്ടൽ കറന്റ് അസറ്റിനെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാ. കറന്റ് അസറ്റ് കേട്ടോ, കറന്റ് അസറ്റ്. എന്താ ഈ കറന്റ് അസറ്റ് പറഞ്ഞാൽ ഏതൊക്കെ വരുന്നുണ്ട് നമുക്കറിയാലോ, ക്യാഷ് വരും, സ്റ്റോക്ക് വരും, ഡെപ്റ്റേഴ്സ് വരും, ഇങ്ങനെ എല്ലാ കറന്റ് അസറ്റും കൂടെ കൂട്ടിയതാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ബിസിനസിന്റെ ഹൗ മച്ച് ഇൻവെസ്റ്റഡ് ഇൻ ഷോർട്ട് ടേം അസറ്റ്, ബിസിനസിന്റെ ഷോർട്ട് ടേം അസറ്റില് അഥവാ കറന്റ് അസറ്റില് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം അല്ലെ. കറന്റ് അസറ്റിന്റെ ടോട്ടൽ അല്ലേ ഗ്രോസ് എന്ന് പറയുന്നത്. അപ്പൊ കറന്റ് അസറ്റിൽ ടോട്ടൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത ചോദ്യം, എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? കറന്റ് അസറ്റിൽ നിന്നും കറന്റ് ലയബിലിറ്റി കുറച്ചതിനെയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്താ, കറന്റ് അസറ്റിൽ നിന്നും കറന്റ് ലയബിലിറ്റി കുറച്ചതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതാണ് കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ കാണിക്കുന്നത്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കേട്ടോ. കറന്റ് അസറ്റിൽ നിന്ന് കൊടുക്കാനുള്ളതാണ് കറന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കറന്റ് ലയബിലിറ്റി കുറച്ചാൽ നമ്മുടെ കയ്യിൽ എത്ര ബാക്കി ബാലൻസ് ക്യാഷ് ഉണ്ടെന്ന് അറിയാൻ പറ്റൂലേ. അതുകൊണ്ടാണ് ഇതാണ് കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ കാണിക്കുന്നത്. പോസിറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് the firm can pay short term debt easily. അപ്പൊ നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയത്, അഥവാ നല്ല വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെന്ന് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ, കമ്പനിക്ക് കൊടുക്കാനുള്ള കടങ്ങൾ അല്ലെ, ഷോർട്ട് ടേം ആയിട്ട് കൊടുക്കാനുള്ള കടങ്ങൾക്ക് കമ്പനിക്ക് പെട്ടെന്ന് കൊടുത്തു തീർക്കാം എന്നൊരു അർത്ഥം കൂടെ അതിനുണ്ട്. അടുത്തത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ കറന്റ് അസറ്റ് ആണ്, ടോട്ടൽ കറന്റ് അസറ്റ് ആണ്. നെറ്റ് പറഞ്ഞാൽ എന്താണ്, കറന്റ് അസറ്റിൽ നിന്നും കറന്റ് ലയബിലിറ്റി കുറച്ചതാണ്. അപ്പൊ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ലിക്വിഡിറ്റിയെ കാണിക്കുന്നു അല്ലെ, ലിക്വിഡിറ്റി പൊസിഷനെ കാണിക്കുന്നു. എന്നാൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷോർട്ട് ടേം അസറ്റ്, കറന്റ് അസറ്റിൽ അല്ലെ, കറന്റ് അസറ്റിൽ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തെന്ന് കാണിച്ചു തരുന്നുണ്ട്. അടുത്തത്, വാട്ട് ഈസ് ക്യാഷ് സൈക്കിൾ? ഇതെല്ലാം രസാട്ടോ. ക്യാഷ് സൈക്കിൾ എന്ന് പറഞ്ഞാലേ ഇറ്റ് ഈസ് ദ ടൈം ബിറ്റ്വീൻ ക്യാഷ് പെയ്ഡ് റോ മെറ്റീരിയൽ ആൻഡ് ക്യാഷ് റിസീവ്ഡ് ഫ്രം സെയിൽസ്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന പറയാം, എല്ലാവരും ഒന്ന് ശരിക്കും ഒരു ക്യാഷ് സൈക്കിൾ എന്ന് പറയാറുണ്ട്. നമ്മൾ പൈസ കൊടുത്തിട്ട് ഒന്ന് ശ്രദ്ധിക്കട്ടെ എല്ലാവരും, പൈസ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ശ്രദ്ധിക്കേ, ഞാനൊന്ന് ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആദ്യം നമ്മളിത് ക്യാഷ് ഉണ്ടാവും അല്ലെ, ആ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ എന്ത് വാങ്ങിക്കും, പറയും റോ മെറ്റീരിയൽസ് വാങ്ങിക്കും അല്ലെ, റോ മെറ്റീരിയൽസ് വാങ്ങും. ആ റോ മെറ്റീരിയല് എന്തായിട്ട് മാറും, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറും അല്ലെ, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറും. ആ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യും, വിൽക്കും, സെയിൽസ് നടത്തും അല്ലെ, സാധനം ആയി കഴിഞ്ഞാൽ വിൽക്കും. വിറ്റ പിന്നെ എന്താവും, ആൾക്കാർ പൈസ തരാണ്ടാവില്ല, അതിന് റെസീവബിൾ എന്ന് പറയും, പൈസ തരാനുള്ള റെസീവബിൾ എന്ന് പറയും. അങ്ങനെ അവരെന്ത് ചെയ്യും, അവരുടെ ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പൈസ തരും അല്ലെ, അഥവാ വീണ്ടെന്തായി, ക്യാഷ് നമ്മളെ കയ്യിലേക്ക് എത്തി. കണ്ടോ,
ഈ ക്യാഷ് ആണ് നമ്മൾ എന്ത് ചെയ്യും, ഇതേ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. വീണ്ടും റോ മെറ്റീരിയൽ വാങ്ങും, അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവും, അത് വീണ്ടും സെയിൽ ആവും, റെസീവബിൾ ആവും, വീണ്ടും അത് ക്യാഷ് ആവും. ആ ക്യാഷ് കൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അടുത്ത റോ മെറ്റീരിയൽ, അതങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. റെഡി അല്ലേ? ഇതൊന്നും എഴുതി വെക്കും കേട്ടോ എല്ലാവരും. ഈ ഒരു പ്രോസസ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോ ക്യാഷിന് ക്യാഷ് ആക്കി മാറ്റാന്ന് പറയില്ലേ, നോക്കിയേ. അതായത് നമ്മളെ കയ്യിലുള്ള റോ മെറ്റീരിയൽ വാങ്ങാനുള്ള പൈസ അത് കറങ്ങിത്തിരിഞ്ഞ് എന്തായിട്ട് മാറും, വീണ്ടും ക്യാഷ് ആയിട്ട് മാറും അല്ലെ. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് സൈക്കിൾ കേട്ടോ. ഇതിങ്ങനെ ഒരു വട്ടത്തിൽ നിങ്ങൾ വരച്ചേക്കണം. ഇതിങ്ങനെ റൗണ്ടിൽ, ഇങ്ങനെ അല്ല കേട്ടോ, ഇങ്ങനെ വട്ടത്തിൽ വരച്ചിട്ട് നേരെ ക്യാഷിലേക്ക് തന്നെ തിരിച്ചെത്താൻ രൂപത്തിൽ അത് വരക്കണം കേട്ടോ. ഓക്കെ, അതാണ് ക്യാഷ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ. അഥവാ റോ മെറ്റീരിയൽ വാങ്ങാൻ നമ്മളിരുന്ന് പൈസ പോകൂലേ, പിന്നെ അത് ഇങ്ങനെ മാറിയിട്ട് വീണ്ടും ഫിനിഷ്ഡ് ഗുഡ്സ് വിറ്റ് പൈസ ആക്കുമല്ലോ, അത് വരെയുള്ള കാലത്തിനെയാണ് ക്യാഷ് സൈക്കിൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, വാട്ട് ഈസ് റോ മെറ്റീരിയൽ കൺവേർഷൻ പീരിയഡ്. റോ മെറ്റീരിയൽ ആ വാക്കിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക് കേട്ടോ. റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്യുക. എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? റോ മെറ്റീരിയൽ ഇപ്പൊ എന്തിനാ നമ്മൾ വാങ്ങണേ, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാനല്ലേ. ഒരു ഉദാഹരണം, ഒരു ചായപ്പൊടി ഉണ്ടാക്കുന്ന കമ്പനിയാന്ന് വെച്ചോളി, അവര് തേയില വാങ്ങിക്കും അല്ലെ. ആ തേയിലയാണ് അവിടുത്തെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. തേയിലയാണ് റോ മെറ്റീരിയൽ. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഉണക്കിയിട്ട് മെഷീനറിയിലൊക്കെ ഇട്ടിട്ട് വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് മാറും അല്ലെ. പിന്നീട് അതിങ്ങനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറും. അതിന് വരുന്ന സമയത്തെയാണ് റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ്. ഇപ്പൊ സപ്പോസ് ഒരു 5 മണിക്കൂറാന്ന് വെച്ചോളി, തേയില ഉണക്കിയിട്ട് മെഷീനിലിട്ട് അത് പ്രോസസ് ചെയ്ത് ചായപ്പൊടി ആവുക, ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറാനുള്ള ടൈം 5 മണിക്കൂറാണ്. അപ്പോൾ റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ് എത്ര? 5 hours എന്ന് പറയാം. അപ്പൊ ഒരു റോ മെറ്റീരിയലിനെ, ശ്രദ്ധിക്ക്, ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റാനുള്ള സമയത്തെയാണ് റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ടൈം ടേക്കൺ ടു കൺവേർട്ട്, നോക്കുക, ടൈം ടേക്കൺ ടു കൺവേർട്ട് റോ മെറ്റീരിയൽ ഇൻടു ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റാൻ വേണ്ടി വരുന്ന സമയത്തെയാണ് റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ് എന്ന് പറയാം. ഇനി മറ്റൊരു പേരുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. നേരത്തെ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ക്യാഷ് സൈക്കിൾ അല്ലെ. നമ്മുടെ പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയാറുണ്ട്. അഥവാ റോ മെറ്റീരിയൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോ മെറ്റീരിയൽ എടുക്കാവും, വർക്കിംഗ് പ്രോഗ്രസിലേക്ക് എത്തും അല്ലെ. വർക്കിംഗ് പ്രോഗ്രസ് എന്തായിട്ട് മാറും? ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ മാറുന്ന ആ സൈക്കിളിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ക്രെഡിറ്റ് പോളിസി. എന്താണ് ക്രെഡിറ്റ് പോളിസി? നോക്കിയേ, ക്രെഡിറ്റ് പോളിസി മീൻസ് റൂൾസ് ഫോർ ഗിവിംഗ് ക്രെഡിറ്റ് ടു കസ്റ്റമർ. കടത്തിന് സാധനം കൊടുക്കാൻ അല്ലെ. ആലോചിക്കുക, ഒരു ബിസിനസ് എല്ലാ കസ്റ്റമേഴ്സിനും വാരിക്കോരി കടത്തിന് കൊടുക്കുകയാണെങ്കിൽ കമ്പനി മിക്കവാറും പൂട്ടിപ്പോകും, തിരിച്ചടക്കൂല. അതൊരു പൊതു തത്വമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കസ്റ്റമേഴ്സിന് ക്രെഡിറ്റിന് അഥവാ കടത്തിന് സാധനം കൊടുക്കുമ്പോൾ അതിൽ കുറെ റൂൾസ് വെക്കും അല്ലെ. ഒരു ഉദാഹരണം, 3 മാസമാണ് നിങ്ങളെ കാലാവധി, 3 മാസം കഴിഞ്ഞാൽ തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു റൂൾസ് വെക്കും. ആ റൂൾസിനെയാണ് ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത്. അത് ഓരോ കമ്പനിക്ക് അനുസരിച്ച് മാറ്റം ഉണ്ടാവും അല്ലെ. അതിൽ എന്തൊക്കെ പറയാ, ക്രെഡിറ്റ് പീരീഡ് 3 മാസത്തിനാണ്, അല്ലെങ്കിൽ കളക്ഷൻ മെത്തേഡ്, എങ്ങനെയാണ് ഫണ്ട് കളക്ട് ചെയ്യേണ്ടത്, ഡിസ്കൗണ്ട് ടേംസ്. അപ്പൊ നിങ്ങൾ 3 മാസം കാലാവധി ഉണ്ട്, നിങ്ങൾ 1 മാസം കൊണ്ട് തന്നാൽ 5% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും, ഈ ക്രെഡിറ്റ് പോളിസിയിൽ പറയൂ കേട്ടോ. അടുത്തത്, വാട്ട് ആർ ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് റെസീവബിൾസ്. റെസീവബിൾസ് എന്നാൽ നമുക്ക് പണം തരാനുള്ള ആൾക്കാര് അല്ലെ, ഡെപ്റ്റേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ബിൽസ് റെസീവബിൾ എന്നൊക്കെ പറയാം. പണം തരാനുള്ള ആൾക്കാർ, ബിസിനസ്സിലേക്ക് ഫണ്ട് തരാനുള്ള ആൾക്കാർ, അവരെയാണ് റെസീവബിൾസ് എന്ന് പറയാം. അവരുമായി ബന്ധപ്പെട്ട ചെലവുകൾ എന്തൊക്കെയാണ്? ഒന്ന്, കളക്ഷൻ കോസ്റ്റ്, ഫണ്ട് കളക്ട് ചെയ്യാനുള്ള ചെലവുകൾ. ചിലപ്പോൾ നമ്മൾ കളക്ട് ചെയ്യാൻ വേറെ ആരെങ്കിലും ഒക്കെ ഏൽപ്പിക്കാറ്, അപ്പൊ അതിനു വേണ്ടി വരുന്ന ചെലവ്. അതുപോലെ ബാഡ് ഡെപ്റ്റ് അല്ലെ, പൈസ തരാതെ മുങ്ങുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, പിന്നെ നമ്മൾ എഴുതി തള്ളേണ്ടി വരും, അത് നമുക്ക് ചെലവല്ലേ, ബാഡ് ഡെപ്റ്റ് ചെലവ്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ നമ്മൾ ഒരു 3 മാസത്തേക്ക് ഡേറ്റ് കൊടുത്തു, അത് ആലോചിച്ച് നോക്കിയേ, ആ 3 മാസം ആ ഫണ്ട് നമ്മളടുത്ത് ഉണ്ടെങ്കിൽ അല്ലെ, 3 മാസം ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അത് വേറെ എവിടേക്കെങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തൂടെ അല്ലെ, നമുക്ക് അതുകൊണ്ട് വേറെ ലാഭം ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിരുന്നു. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. മറ്റെന്തെങ്കിലുമൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ അവിടെ ആ സാധ്യത മിസ്സാവാണ്, കാരണം അവർക്ക് ഡേറ്റ് കൊടുത്തോണ്ട്. ആർക്ക്? ബിസിനസ്സിലേക്ക് പണം തരാനുള്ള ആൾക്കാർക്ക് ഡേറ്റ് കൊടുത്തോണ്ട് ആ ഒരു സാധ്യത അവിടെ മിസ്സായി പോവാണ്. അപ്പോ എന്താണ് റെസീവബിൾസുമായി ബന്ധപ്പെട്ട ചെലവുകൾ? ഒന്ന്, അത് കളക്ട് ചെയ്യാനുള്ള ചെലവ്. 2, ബാഡ് ഡെപ്റ്റ് വന്നാൽ അതിലുള്ള ചെലവ്. 3, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇനി മോർ ക്രെഡിറ്റ് മീൻസ് ഹയർ റെസീവബിൾ കോസ്റ്റ്. കൂടുതൽ ക്രെഡിറ്റ് ഉണ്ട് എന്നതിന്റെ അർത്ഥം എന്താ? കൂടുതൽ റെസീവബിൾ കോസ്റ്റ് ഉണ്ട് എന്നാണ്. ക്രെഡിറ്റ് കൂടുന്നതിനനുസരിച്ച് ആരും കൂടും? റെസീവബിൾ കോസ്റ്റും കൂടും അല്ലെ. ഒരു കമ്പനി കുറെ ആൾക്കാർക്ക് കടം കൊടുക്കാണ്, സ്വാഭാവികമായിട്ടും എന്ത് മനസ്സിലാക്കാം, കുറെ ബാഡ് ഡെപ്റ്റ് അവിടെ വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, അവർക്ക് സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ റെസീവബിൾ കോസ്റ്റ് കൂടും എന്നർത്ഥം. ഇനി ഡിവിഡന്റുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ക്യാഷ് ഡിവിഡന്റ്? ആ വാക്ക് തന്നെ ഉണ്ട് അല്ലെ. പൈസയായിട്ട് നമ്മൾ ഡിവിഡന്റ് കൊടുക്കുന്നതിനെയാണ്
ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാഷ് ഡിവിഡൻഡ് ഈസ് പേയ്മെന്റ് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് കൊടുക്കണല്ലേ, പ്രോഫിറ്റിന്റെ ഒരു ഭാഗം കൊടുക്കുന്നതാണ് ഡിവിഡൻഡ് എന്ന് പറയാ, ലാഭവിഹിതം എന്ന് പറയാ. ക്യാഷ് ടു ഷെയർ ഹോൾഡേഴ്സ്. നോക്കിയേ, ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ഡിവിഡൻഡ്. അത് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു റെഗുലർ ഇൻകം ആയിട്ട് മാറും അല്ലെ. ഓക്കെ, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിന്റെ കയ്യിലുള്ള പൈസ പോവാണല്ലോ, അഥവാ ക്യാഷ് റിസർവ് പോവാണ്, കുറയാണ്. ഇനി എന്താണ് സ്റ്റോക്ക് ഡിവിഡൻഡ്? ഇത് പലപ്പോഴും എക്സാം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാഷ് കൊടുക്കുന്നതാണ് ക്യാഷ് ഡിവിഡൻഡ് അല്ലെ. ഒരു കമ്പനി അവരുടെ കയ്യിൽ പൈസ അല്ല, ഡിവിഡൻഡ് കൊടുക്കാൻ സമയമായിട്ടുണ്ട്, കയ്യിൽ പൈസ അല്ല. അപ്പൊ കമ്പനി എന്ത് ചെയ്യുന്ന അറിയോ, പൈസ കൊടുക്കുന്നതിന് പകരം എക്സ്ട്രാ ഒരു ഷെയർ അങ്ങോട്ട് കൊടുക്കും. അതായത് ഒരാൾ 10 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു, 10 ഷെയർ കേട്ടോ, അയാൾക്ക് ഡിവിഡൻഡ് കൊടുക്കണം എന്ന് വെച്ചോളൂ. പക്ഷെ കമ്പനിന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ കമ്പനി എന്ത് ചെയ്യും, അയാൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഷെയർ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഇനി മുതൽ അയാൾക്ക് എത്ര ഷെയർ ഉണ്ടാവും? 11 ഷെയർ അല്ലെ. അങ്ങനെ പൈസക്ക് പകരം ഷെയർ തന്നെ, സ്റ്റോക്ക് തന്നെ, ഇവിടെ സ്റ്റോക്ക് പറഞ്ഞാൽ ഷെയർ എന്നുള്ള അർത്ഥം കേട്ടോ, സ്റ്റോക്ക് തന്നെ കമ്പനി കൊടുക്കുന്നതിനെയാണ് സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയാം. നോക്കിയ, സ്റ്റോക്ക് ഡിവിഡൻഡ് ഈസ് ദ ഗിവിൻ എക്സ്ട്രാ ഷെയർസ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ്. ക്യാഷിന് പകരമായിട്ട് അല്ലെ, ക്യാഷിന് പകരമായിട്ട് കമ്പനി കൊടുക്കുന്ന എക്സ്ട്രാ ഷെയറുകളെയാണ് സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്രീസ് നമ്പർ ഓഫ് ഷെയർസ് ബൈ ഇൻവെസ്റ്റേഴ്സ്. അപ്പോ അതുകൊണ്ടുള്ള മെച്ചം എന്താ? നമ്മൾ പറഞ്ഞു 10 ഷെയറുള്ള ഇൻവെസ്റ്റർക്ക് എത്രയായി? 11 ഷെയർ ആയി അല്ലെ. അത് തന്നെയാണ് അതിന്റെ മെച്ചം. ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യും, അവരുടെ ഷെയറിന്റെ എണ്ണം, നമ്പർ ഓഫ് ഷെയർസ് കൂടും. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിൽ വീണ്ടും അവർക്ക് എന്ത് ചെയ്യും, ലാഭം കിട്ടും. ഇനി എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്? സ്റ്റോക്ക് സ്പ്ലിറ്റ് ഷെയറിനെ സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങൾ MRFന്റെ ഷെയർ, ഒരു ഷെയർ വാങ്ങാൻ 65,000 രൂപ കൊടുക്കണം. ഒറ്റ ഷെയർ ഇട്ടു, ഒരു ഷെയർ. അത് പോസിബിൾ അല്ലല്ലോ അല്ലെ. അത്രയും വലിയ എമൗണ്ട് കൊടുത്ത് ഒരു ഷെയർ ഒക്കെ വാങ്ങാന്നുള്ളത് ടാസ്ക് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കമ്പനി, നമ്മളല്ല കമ്പനി എന്ത് ചെയ്യും, ഈ 65,000 രൂപയുടെ ഷെയറിനെ സ്പ്ലിറ്റ് ആക്കും, ഒരു ഷെയറിനെ തന്നെ കീറി മുറിക്കും. അപ്പൊ സപ്പോസ് ഇതിനെ ഒരു 650 പീസാക്കി എന്ന് വെച്ചോളി, ഒരു ഷെയറിനെ 650 പീസാക്കി. അപ്പൊ ഒരു ഷെയറിന് എത്ര രൂപ വരുള്ളൂ? ആകെ 100 രൂപ വരുള്ളൂ അല്ലെ. അപ്പൊ കുറെ ആൾക്കാർ വാങ്ങിക്കും. അപ്പൊ ഒരു ഷെയറിനെ ആളുകൾക്ക് വാങ്ങാൻ സുഖത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലിയ എമൗണ്ട് ഒക്കെ ആകുമ്പോൾ ആളുകൾ വാങ്ങൂല അല്ലെ. അപ്പൊ അതിന്റെ വാല്യൂ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് കമ്പനി ചെയ്യുന്ന പണിയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്. അവിടെ ചെയ്യുന്ന പണി എന്താണ്? ഷെയറിനെ ചെറിയ പീസാക്കും. അപ്പൊ ഒരു ഷെയറിനെ തന്നെ ചില 650 ആൾക്കേ വാങ്ങും അല്ലെ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒറ്റ ഷെയറിനാണ് 650 പീസാക്കി മാറ്റുന്നത് അല്ലെ. അപ്പൊ ഒരു ഷെയറാണ്, ചിലപ്പോൾ 100 ആൾക്കാർ വാങ്ങും, അല്ലെങ്കിൽ 100 ഭാഗം വാങ്ങും, ഞാൻ അങ്ങനെ വാങ്ങിക്കും. അപ്പൊ ഒരു ഷെയറിനെ മുറിക്കുന്നതിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് സ്പ്ലിറ്റ് മീൻസ് നോക്കി, ഡിവൈഡിങ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഇൻടു സ്മോളർ യൂണിറ്റ്. നിലവിലുള്ള ഷെയറിനെ ചെറിയ യൂണിറ്റുകളാക്കി മുറിക്കുന്നതിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് എന്താണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലെ. ഡിവിഡൻഡ് കൊടുക്കാനുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇറ്റ് ഈസ് ദ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് പെയ്ഡ് ആസ് ഡിവിഡൻഡ്. ഇപ്പൊ സപ്പോസ് ഒരു കമ്പനിക്ക്, ശ്രദ്ധിക്കുക കേട്ടോ, ഒരു കമ്പനിക്ക് ഒരു 1000 രൂപ പ്രോഫിറ്റ് കിട്ടി. 1000 രൂപ കമ്പനിയുടെ പ്രോഫിറ്റ് ആണ്. അതിൽ അവരെന്ത് ചെയ്തു, 500 രൂപ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ അവർ എത്ര ശതമാനം ഡിവിഡൻഡ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 1000ന്റെ പകുതിയിലെ ഡിവിഡൻഡ്, ഈ 50% പറയുന്ന പേരാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അപ്പൊ എന്താ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ? എത്ര പെർസെന്റേജ് ആണ് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് അവർ ഡിവിഡൻഡ് കൊടുക്കുന്നത് എന്ന് നോക്കുന്നതാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. നോക്കിയേ, ഇറ്റ് ഈസ് ദ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ആണ് പെയ്ഡ് ആസ് ഡിവിഡൻഡ് അല്ലെ. ക്ലിയർ അല്ലേ? ഇവിടെ പ്രോഫിറ്റ് 1000 രൂപയാണ്, അതിന്റെ പകുതി അഥവാ 50% ഡിവിഡൻഡ് കൊടുത്തത്. അപ്പൊ നമ്മുടെ എത്ര ഭാഗമാണ്, എത്ര പെർസെന്റേജ് ആണ് ഡിവിഡൻഡ് കൊടുക്കുന്നത് എന്ന് നോക്കുന്നതാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡിവിഡൻഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് 100 കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. അടുത്തത് വാട്ട് ഡു യു മീൻ ബൈ സ്വെറ്റ് ഇക്വിറ്റി? എന്താണ് സ്വെറ്റ് ഇക്വിറ്റി? ഇതൊന്ന് മനസ്സിലാക്കിയോളി. സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഗിവിംഗ് ഷെയർസ് ടു എംപ്ലോയീസ് ഫോർ ദെയർ ഹാർഡ് വർക്ക് ഓർ സ്കിൽ. എംപ്ലോയീസിന് കൊടുക്കുന്ന ഷെയർ ആണ് കേട്ടോ, ഷെയർ ഹോൾഡേഴ്സിനല്ല, എംപ്ലോയീസിന്. എന്താ അതിന്റെ പ്രത്യേകത അറിയോ? എംപ്ലോയീസ് നല്ല ഹാർഡ് വർക്കാണ്, ഭയങ്കര എഫേർട്ട് എടുത്ത് നല്ല സ്കില്ലുള്ള ഒരു എംപ്ലോയി നമുക്ക് ഉണ്ടെന്ന് വെച്ചോളി. അപ്പൊ അവനൊന്നും കൂടെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ഒരു 10 ഷെയർ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട്. അപ്പൊ കമ്പനിന്റെ ഉള്ളിലുള്ള എംപ്ലോയീസിന് അവരുടെ സ്കില്ലും അവരുടെ വർക്കും ഒക്കെ കണ്ടിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട്, ഒരു സമ്മാനമായിട്ട് കൊടുക്കുന്നത് റിവാർഡ് ആൻഡ് ടാലന്റ് ലോയൽറ്റി അല്ലെ. എംപ്ലോയീസിന് കൊടുക്കുന്ന വലിയൊരു റിവാർഡാണ് സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അഥവാ ഇക്വിറ്റി ഷെയർ തന്നെയാണ് കേട്ടത്, ഇക്വിറ്റി ഷെയർ തന്നെയാണ്, മനസ്സിലാക്കുക.
ഇൻക്രീസ് എംപ്ലോയീസ് മോട്ടിവേഷൻ. അപ്പൊ എംപ്ലോയീസിനൊക്കെ ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഷെയർ കൊടുത്താൽ എന്താ ചെയ്യും? അവർ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും, അവർ ഒന്നുകൂടെ ഷെയർ ആയിട്ട് കമ്പനിയിലേക്ക് വർക്ക് ചെയ്യും അല്ലെ. അടുത്തത് എന്താണ്? അണ്ടർ ക്യാപിറ്റലൈസേഷൻ. അണ്ടർ ക്യാപിറ്റലൈസേഷൻ നോക്കാം. ഇറ്റ് മീൻസ് ദ കമ്പനി ഏൺ ഹൈ പ്രോഫിറ്റ് കമ്പയർഡ് ടു ഇറ്റ്സ് ക്യാപിറ്റൽ. കമ്പനിയുടെ ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കമ്പനി നേടുന്നതാണ്. കൂടുതൽ പ്രോഫിറ്റ് കേട്ടോ, കമ്പനിയുടെ നിലവിലുള്ള ക്യാപിറ്റലിനേക്കാൾ എക്സ്ട്രാ അധികം പ്രോഫിറ്റ് നേടുന്നതിനെയാണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയാ. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മോർ ദാൻ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ്. കമ്പനി ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ വാല്യൂ ഈസ് മോർ ദാൻ എമൗണ്ട് ഇൻവെസ്റ്റഡ്. കമ്പനി എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അതിനേക്കാൾ വലിയ വാല്യൂ നേടുന്നതിനെയാണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയാ. ഇറ്റ് ഷോസ് എഫിഷ്യന്റ് യൂസ് ഓഫ് ഫണ്ട്. ഫണ്ടിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് അണ്ടർ ക്യാപിറ്റലൈസേഷനിൽ കാണുന്നത്. ഇനി ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ പറയാണ് ബോണ്ടിന്റെ ഭാഗത്ത് നിന്ന്. സീറോ കൂപ്പൺ carry any interest. ശ്രദ്ധിക്കുക, സീറോ കൂപ്പൺ ബോണ്ട് ഒരു ഇൻട്രസ്റ്റും വരുന്നില്ല, അതിന് ഇൻട്രസ്റ്റ് കൊടുക്കാറില്ല. നിങ്ങളോട് എഗ്രി ചെയ്യുന്നുണ്ടോന്നാ ചോദിച്ചിട്ടുള്ളത്. അതായത് ആദ്യം മനസ്സിലാക്കുക, സീറോ കൂപ്പൺ ബോണ്ട് പറഞ്ഞാൽ ആ ബോണ്ടിന്റെ സാധാരണ ബോണ്ടിന്റെ മുകളിൽ എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ സീറോ കൂപ്പൺ ബോണ്ടിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെന്താ മെച്ചം? ഒന്ന് നോക്കിയേ. സപ്പോസ് ശ്രദ്ധിക്കട്ടെ 50,000 രൂപയുടെ ബോണ്ടാന്ന് വെച്ചോളി. 50,000 രൂപയുടെ ബോണ്ട് കമ്പനി അത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുക. നോക്കിയേ, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുക. അതായത് 50,000 വിലയുള്ള ബോണ്ടിന് 40,000 രൂപക്കാണ് കമ്പനി കൊടുക്കുക. നമ്മളൊരു ഒരു വർഷത്തെ കാലാവധി വെച്ചു. സപ്പോസ് ഒരു വർഷം ഒന്നും കേട്ടോ, കുറെ ഉണ്ടാവും. ഒരു ഉദാഹരണം പറയാണ്. ഒരു വർഷത്തെ കാലാവധി വെച്ചു. ഒരു വർഷം കഴിഞ്ഞിട്ട് ആ ബോണ്ട് തിരിച്ചു കൊടുക്കുമ്പോ കമ്പനി എത്ര കൊടുക്കും? 50,000 കൊടുക്കും. കണ്ട, അപ്പോ 50,000 രൂപയുടെ ബോണ്ട് ആയിരുന്നു, കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ട് റേറ്റിലാണ്. എത്ര? 40,000 രൂപക്കാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. 50,000 രൂപയുടെ ബോണ്ട് 40,000 രൂപക്ക് കമ്പനി ഇഷ്യൂ ചെയ്തു. ഒരു കൊല്ലത്തിനാണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആ ബോണ്ട് വാങ്ങൽക്ക് എത്ര കിട്ടും? 50,000 കിട്ടൂലേ? അപ്പൊ അയാളുടെ ലാഭം എത്ര? അയാൾ വാങ്ങിയത് സത്യത്തിൽ എത്ര രൂപയ്ക്കാണ്? 40,000 രൂപക്ക് അല്ലെ. പിന്നെ തിരിച്ച് ആ ബോണ്ട് തിരിച്ചു വാങ്ങിക്കുമ്പോ ഗവൺമെന്റ് എത്ര അയാൾക്ക് കൊടുക്കുന്നുണ്ട്? 50,000 രൂപ. അപ്പൊ അയാളുടെ ലാഭം എത്രയാ? 10,000. ഇതാണ് സീറോ കൂപ്പൺ ബോണ്ട് അറിയുന്നത്. അപ്പൊ അതിൽ ഇൻട്രസ്റ്റ് എന്നുള്ള ലാഭം ഉണ്ടാവില്ല, പകരം എന്തുണ്ടാവും? ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടാവും. ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യും, ഫേസ് വാല്യൂല് തിരിച്ച് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഡു നോട്ട് പേ ഇൻട്രസ്റ്റ് റെഗുലർലി. സീറോ കൂപ്പൺ ബോണ്ടിന്റെ പ്രത്യേകതയാണ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെന്താണ്? സോൾഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് റേറ്റിലാണ് ആ ബോണ്ട് വിൽക്കാറുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, 50,000 രൂപയുടെ സാധനം 40,000 രൂപക്കാണ് വിറ്റത്. അതാണ് ഡിസ്കൗണ്ട് റേറ്റിലാണ് ബോണ്ട് കൊടുക്കാറുള്ളത്. ആൻഡ് റെഡീമബിൾ അറ്റ് ഫുൾ വാല്യൂ അഥവാ ഫേസ് വാല്യൂ. ഫുൾ വാല്യൂലാണ് അത് തിരിച്ചു വാങ്ങിക്കാറുള്ളത് അല്ലെ. അഥവാ 40,000 രൂപക്ക് വാങ്ങിയിട്ടുള്ള ആൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ എത്ര കൊടുക്കും? 50,000 കൊടുക്കും. അയാളുടെ ലാഭം എത്രയാണ്? 10,000 രൂപ. അതുകൊണ്ടാണ് ഇതിൽ എന്തുണ്ടാവില്ല എന്ന് പറഞ്ഞത്? ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അയാൾക്ക് കിട്ടുന്ന ലാഭം എന്താണ്? ഈ ഡിസ്കൗണ്ട് റേറ്റിൽ വരുന്ന ലാഭമാണ് കേട്ടോ. ഒത്തിരിയാണ് ഇതിലെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് 5 മാർക്കിന്റെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.